തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി വിജയ് അധികാരത്തിൽ വരികയും ശക്തമായ നിലപാടുകൾ ഓരോന്നോരോന്നായി അദ്ദേഹത്തിന് വാഗ്ദാനം നൽകിയതും അദ്ദേഹത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് നടപടികൾ അങ്ങനെ ചുവട് വെച്ച് തുടങ്ങിയിരിക്കുന്നു. തുടക്കം തന്നെ ധാരാളം ബാറുകൾ പൂട്ടിയിട്ടുണ്ട്. വളരെ നല്ല തീരുമാനം. ആവശ്യത്തിന് മതി. ചവറ് പോലെ അങ്ങ് പെരുകിക്കൊണ്ടിരുന്ന കുറേ ബാറുകളൊക്കെ അങ്ങ് അടച്ചു പൂട്ടിയിട്ടുണ്ട്. അത് നല്ല കാര്യം. പക്ഷേ കേരളത്തിലെ അവസ്ഥ ഇനിയും വൈകിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ജനരോഷം. ഇപ്പോൾ തന്നെ ഒരുപാട് ട്രോളുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജനങ്ങൾ ഇത്രയും ജയിപ്പിച്ചിട്ട് കൂടി ഒരു മുഖ്യമന്ത്രിയെ സെലക്ട് ചെയ്യാനായിട്ട് പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട്, അത് ജനങ്ങൾക്കും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ SSLC ഫലം ഇനിയിപ്പോൾ ഈ ഒരു മന്ത്രിസഭ രൂപീകരിച്ചിട്ടേ അത് പ്രഖ്യാപിക്കൂ എന്നുള്ള നിലപാടൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാകും. അത് കുട്ടികൾക്ക് പ്രതിഷേധം ഉണ്ടാകും. എത്രയും പെട്ടെന്ന് അത് ആരാണെന്ന് സെലക്ട് ചെയ്യുന്നത് ആയിരിക്കും വളരെ നല്ലത്. അടുത്ത +1 അഡ്മിഷനിലേക്കുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം വൈകുകയാണ് ചെയ്യുന്നത്. CBSE ഫലമൊക്കെ വന്നിട്ട് എത്രയോ നാളായി. അവരൊക്കെ അടുത്ത അഡ്മിഷനൊക്കെ എടുത്ത് കാണും. അപ്പോൾ ഇവിടുത്തെ ഫലം വന്നിട്ട് ബാക്കി വേണ്ട ചെയ്യാൻ. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒരു ആത്മാർത്ഥതയാവാം. എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ആ ഒരു വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഇതാവരുത്. എത്രയും പെട്ടെന്ന് നമ്മുടെ സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്നു വെച്ചാൽ പ്രത്യേകിച്ച് SSLC ഫലത്തിൻ്റെ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള ഒരു തീരുമാനം എന്താണെന്ന് അറിയാനായിട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ നല്ല മുൻമുന്നണിയിൽ നിൽക്കുകയാണ്. അവർക്ക് കാരണം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത അഡ്മിഷൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സർക്കാർ അധികാരം ഏൽക്കാനായിട്ട് ഇത് സെലക്ട് ചെയ്യാനായിട്ട് 23-ാം തീയതി വരെ സമയമുണ്ട്. അതുവരെ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എത്രയും വേഗത്തിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ, അല്ലാതെ ഇത് സമയം നോക്കി അങ്ങ് നീട്ടി കൊണ്ടുപോകാനുള്ളതല്ല. ജനങ്ങൾക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ടാകും. ഇത് ആദ്യം ഒന്ന് സെലക്ട് ചെയ്താലല്ലേ പറ്റുള്ളൂ മുഖ്യമന്ത്രി. അപ്പോൾ ഈ ഫലപ്രഖ്യാപനത്തിലുള്ള അനിശ്ചിതത്വം പുതിയ സർക്കാർ ചുമതല ഏൽക്കാത്തത് കൊണ്ട് ഉള്ളതാണ് ആ ഒരു ബുദ്ധിമുട്ട്. മന്ത്രിയില്ല, വകുപ്പ് സെക്രട്ടറിയും ഇല്ല. വെള്ളിയാഴ്ച പ്രഖ്യാപിക്കുമെന്നപ്പോൾ നമ്മുടെ മുൻ മന്ത്രി പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി അത് എന്താണെന്നുള്ളത് ഇത്തിരി സീരിയസ് ആയിട്ട് തന്നെ തീരുമാനം എടുക്കേണ്ടതായിട്ടാണ്. അല്ലെങ്കിൽ ജനങ്ങൾ നല്ല രീതിയിൽ പ്രതിഷേധം ഉണ്ടാവും. CBSE ഫലമൊക്കെ ഒരുപാട് മുന്നേ വന്നതാണ്. അപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇനിയിപ്പോൾ മന്ത്രിസഭ അഥവാ രൂപീകരിക്കാൻ വൈകിയാലും കുട്ടികളുടെ കാര്യത്തിൽ, ഞാനിതിൽ പ്രധാനമായിട്ട് ഈ SSLCയുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ അവർ അത്രയും കഷ്ടപ്പെട്ട് പരീക്ഷയൊക്കെ എഴുതി ഒരുപാട് പ്രതീക്ഷകളോടെ ആ ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഈ SSLC പരീക്ഷാഫലത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഫലം പ്രഖ്യാപിക്കാനുള്ള ഒരു അവസരം ഒരുക്കേണ്ടത്. എന്താണെങ്കിലും നടപടി വേണം. അത് ഒരുപാട് വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് വേണ്ടതെന്ന് ജനങ്ങളുടെ ആവശ്യമാണ്. പിന്നെ ഓരോ ചുവടിലും മറക്കാതിരിക്കുക, ജനാധിപത്യമാണ്, ജനങ്ങളാണ് വലുത്, ജനാഭിലാഷമാണ് മുഖ്യം. ജനഹിതത്തിനൊത്ത് ഉയർന്നില്ലെങ്കിൽ ജനം തിരുത്തും എന്നുള്ള ഒരു കമൻ്റായിട്ട് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ അഭിപ്രായം അവർ പറയുകയാണ്. ഈ ഒരു അഭിപ്രായം പലർക്കും പറയാനുള്ളതാണ്. ജനത്തിൻ്റെ ക്ഷമയെയും നീതിബോധത്തെയും ഇങ്ങനെ പരീക്ഷിക്കരുത്. ഇലക്ഷൻ ജയിച്ച സന്തോഷം മുഴുവൻ കെടുത്തിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം ചെല്ലുന്തോറും മനുഷ്യനെ പറയിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇത് ബാഡായിട്ട് പറയുന്നതല്ല, ഇതൊരു ആവശ്യമാണ്. മനസ്സിലായില്ലേ? ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ ജയിപ്പിച്ചിരിക്കുന്നത്. അത് ഏത് പാർട്ടിയാണെങ്കിലും, അവർ പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ പേരും പറയുന്നില്ല. അത് ഏത് ഇതാണെങ്കിലും ആര് ഭരണത്തിൽ വന്നാലും ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ജനങ്ങൾ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനവികാരങ്ങൾക്ക് വില നൽകണം. ദിവസം വൈകുന്തോറും ഒരുപാട് ട്രോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 3 പേരും മുഖ്യമന്ത്രിയാകട്ടെ, ഒരാൾക്ക് 8 മണിക്കൂർ ഭരണം, അങ്ങനെ തരത്തിലുള്ള ഒരുപാടൊന്നും എടുത്തിട്ടില്ല. അതുപോലെ ഇഷ്ടംപോലെ ട്രോളുകളാണ്. ഇതിനൊക്കെ വെറുതെ വഴിവെക്കേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് ആവട്ടെ. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. താങ്ക് യു.